നമസ്കാരം. ഞാൻ കാവാല ശശികുമാർ. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരം നടത്തിയ നിരാഹാര സമരം നടത്തിയ സോനം വാങ്ചുക് അദ്ദേഹത്തെക്കുറിച്ച് അറിയുമോ? ചിലത് അറിയണ്ടേ? സോനം വാങ്ചുക് 1966 ജനിച്ചത്. സെപ്റ്റംബർ 1 ലഡാക്കിലാണ്. ഉലൈ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനമുണ്ടായത്. അദ്ദേഹം പഠിച്ചത് പ്രാദേശികമായ വിദ്യാഭ്യാസം നേടി. പ്രാദേശിക വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം ശ്രീനഗറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT അവിടെ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും നേടി. ഈ പഠനകാലത്ത് തന്നെ തൻ്റെ പ്രദേശത്ത് പഠനത്തിൽ ധാരാളം പോരായ്മകളുണ്ട്, സൗകര്യങ്ങൾക്ക് അഭാവമുണ്ട്, അതിൻ്റെ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ആളായിരുന്നു ഈ സോനം വാങ്ചുക്. അദ്ദേഹം അതിൻ്റെ പേരിൽ അതിനു വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ചില പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും ഒക്കെ നടത്തുകയും ചെയ്തിരുന്ന ആളാണ്. എന്തായാലും സ്കൂളിലെ പഠനം കഴിഞ്ഞ് അദ്ദേഹം NITയിലെ പഠനം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് മേഖലയിൽ എത്തിക്കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഈ പ്രാദേശികമായ പഠന സംവിധാനങ്ങൾ, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഇതൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. പഠിക്കുന്ന സമയത്ത് തന്നെ, നേരത്തെ പറഞ്ഞ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പ്രാദേശിക ഭാഷയിൽ പഠിക്കാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷിൻ്റെ അതിപ്രസരം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ സമ്മർദ്ദങ്ങൾ, പരീക്ഷ കുട്ടികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നു, ഇത്തരം കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് വ്യത്യസ്തമായ ചില ചിന്താ പദ്ധതികൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയത്. അങ്ങനെ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ ലഡാക്കിലെ പ്രാദേശികമായ ജനതയുടെ ജീവിത സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില ആസൂത്രണങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു പ്രസിദ്ധമായ സിനിമയുണ്ട് കേട്ടോ, ഈ 3 Idiots എന്ന് പറഞ്ഞൊരു സിനിമ. അത് തമിഴിലും ഹിന്ദിയിലും ഒക്കെ അതുണ്ടായിട്ടുണ്ട്. ആ സിനിമയിലെ പ്രത്യേകത ഈ സ്കൂളിൽ നിന്ന് പഠിക്കാൻ വേണ്ടി, അതായത് പുസ്തകം മാത്രം പഠിച്ച് പുസ്തകപ്പുഴുവായി പുസ്തകത്തിൽ പഠിക്കുന്നതും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും മാത്രം പഠിച്ച് അതിൻ്റെ വഴിയെ മാത്രം പോയി ഡിഗ്രി മാത്രം നേടുന്ന ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഈ വിദ്യാഭ്യാസ സംവിധാനത്തെ തന്നെ പരിഷ്കരിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്ന രീതിയിലോ ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ തക്ക പ്രതിഭയുള്ള വിദ്യാർത്ഥികളുടെ കഥയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ അതിലെ ആ കഥാപാത്രങ്ങളിൽ ഒന്നിനെ സൃഷ്ടിച്ചത് ഈ വാങ്ചുക്കിൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചേർത്തിട്ടാണ് എന്നൊക്കെ ചില വർത്തമാനങ്ങൾ അത് ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം നടത്തിയ, നേരത്തെ പറഞ്ഞ പോലെ പ്രാദേശികമായ സാമൂഹികമായ മേഖലയിൽ സാങ്കേതികമായ ഒരു സംവിധാനം ഉണ്ടാക്കിയത് എപ്പോഴും ലഡാക്കിൻ്റെ ഒരു പ്രശ്നം, അവിടെ മഞ്ഞുള്ള സമയത്ത് മഞ്ഞാണ്, അതേസമയം വേനലുള്ള സമയത്തും പ്രശ്നമാണ്. വേനലുള്ള സമയത്തും അവിടെ വെള്ളത്തിന് വലിയ ക്ഷാമമാണ്. നമ്മൾ ശരിക്കും വേനലുള്ള സമയത്ത് മഞ്ഞുരുകി വെള്ളം കിട്ടില്ലേ എന്നൊക്കെയാണ് സങ്കല്പം. പക്ഷേ അങ്ങനെയല്ല. അവിടെ ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് ജലത്തിൻ്റെ അഭാവം ഉണ്ടാകുകയും കടുത്ത വേനലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനം കൂടുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അതിൻ്റെ പേര് ഐസ് ട്യൂബ് എന്നാണ്. അത് കൃത്രിമമായിട്ട് ജലം സംഭരിച്ചിട്ട് മഞ്ഞുമല ഉണ്ടാക്കുന്നു. കൃത്രിമ മഞ്ഞുമല എന്ന് തന്നെ വിളിക്കാം. മഞ്ഞുള്ള കാലത്ത്, വെള്ളം ലഭ്യമാകുന്ന കാലത്ത് ഈ വെള്ളത്തിൻ്റെ മുകളിൽ, പർവ്വതങ്ങളുടെ മുകളിലേക്ക് കൊണ്ടുചെന്നിട്ട് അവിടെ അത് സംഭരിച്ച് ചൂടുള്ള സമയത്ത് അത് ഉരുക്കി അതിനെ ജലങ്ങൾ താഴേക്ക് ജലപാത പോലെ, നദി പോലെ ഒഴുക്കി കൊണ്ടുവന്ന് കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കും വിനിയോഗിക്കുന്ന ഒരു സംവിധാനം. അത് വലിയൊരു വിപ്ലവകരമായ സംവിധാനമായിരുന്നു. അപ്പോൾ ഈ സ്കൂളിലെ കാര്യം പറഞ്ഞില്ല, പഠിക്കാൻ വേണ്ടിയുള്ള സംവിധാനം. ആ പഠിക്കാൻ വേണ്ടിയുള്ള സംവിധാനം അദ്ദേഹത്തിന് സ്വാധീനം ലഭിച്ച ശേഷം അദ്ദേഹം സെക് മോൾ എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക് എന്നായിരുന്നു അതിൻ്റെ പേര്. സെക്മോൾ എന്നാണ് ചുരുക്കപ്പേര്. ഈ സെക്മോൾ 1988 സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ 1966 ജനിച്ച അദ്ദേഹത്തിന് 22 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു മിഷനുമായിട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് വലിയ സംഭവങ്ങളായി മാറി. അത് വലിയ പ്രാദേശികമായ സംസ്കാരത്തിൽ ഊന്നിയ ഗ്രാമീണ ജനതയുടെ പങ്കാളിത്തമുള്ള വിദ്യാഭ്യാസ പദ്ധതി വേണമെന്നൊക്കെയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആശയം. അതൊരു ബദൽ പഠന രീതിയായിട്ട് മാറ്റുക, മാർഗമായിട്ട് മാറ്റുക. ഒപ്പം തന്നെ അവിടുത്തെ ജീവിതവൃത്തി കൃഷിയാണ്. ആ കൃഷിക്ക് വേണ്ടിയുള്ള കൂട്ടുകൃഷി സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കുക. നിർമ്മാണ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം വിനിയോഗിച്ചിട്ട് പ്രാദേശികമായ വസ്തുക്കൾ കൊണ്ട് പ്രാദേശികമായ നിർമ്മാണ സംവിധാനങ്ങൾ, ലഡാക്കിൻ്റെ പ്രാദേശികമായ കൾച്ചറിൻ്റെ സംരക്ഷണം, അതുപോലെ തന്നെ ഊർജ്ജോൽപാദനം, അങ്ങനെയുള്ള വിവിധ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വ്യാപകമായി. അദ്ദേഹത്തിന് ധാരാളം കൂട്ടുകാരും ഉണ്ടായി. ആ കൂട്ടുകാരുടെ ഒക്കെ സഹായത്തോടുകൂടി, സംവിധാനത്തോടുകൂടി അത് വലിയ വിപുലമായ ഒരു മേഖലയായി. അങ്ങനെ അതുപോലെ കാലാവസ്ഥ വലിയ പ്രശ്നമായതുകൊണ്ട് കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ഒരു ജീവിതം ഇവിടെ സംഘടിപ്പിക്കുക, സ്വരൂപിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിലേക്ക് അദ്ദേഹം വിജയിക്കുകയുണ്ടായി. അങ്ങനെ ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് എന്ന് പറഞ്ഞ് ഈ 1990-കളിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മിഷൻ ഉണ്ടായി. അത് വലിയ പരിപാടിയായി. പ്രാദേശിക പരിസ്ഥിതി പദ്ധതിക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആ പദ്ധതിക്ക് അന്താരാഷ്ട്ര ശ്രദ്ധയുണ്ടായി.
അങ്ങനെ വാങ്ചുക്ക് എന്ന് പറയുന്ന ഒരു പ്രാദേശികനായ ഒരു നേതാവ് ദേശീയ തലത്തിലേക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് വളരുകയുണ്ടായി. ആഗോളതലത്തിൽ അദ്ദേഹത്തിന് അംഗീകാരങ്ങളും ലഭിക്കുന്ന സംവിധാനമുണ്ടായി. അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര പ്രസിദ്ധിയോടുകൂടി അദ്ദേഹം ഈ ഹിമാലയൻ പരിസ്ഥിതി സംരക്ഷണം, ഹിമാലയത്തിന്റെ പരിസ്ഥിതി സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ചില പ്രക്ഷോഭങ്ങൾ, അദ്ദേഹത്തിന്റെ ചില പരിപാടികൾ ഒക്കെ ഉണ്ടായി. ലഡാക്കിന്റെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള ചില താല്പര്യങ്ങൾ, സുസ്ഥിര വികസനത്തിന് വേണ്ടിയുള്ള തന്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചു. അങ്ങനെ വന്ന് അദ്ദേഹം ലഡാക്കിന് ഈ ഭരണഘടനാപരമായിട്ട് കൂടുതൽ അവകാശങ്ങൾ വേണം എന്നുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. ശരിയാണ്, അദ്ദേഹത്തിന്റെ പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ലഡാക്കിന് പ്രത്യേക ചില പരിഗണനകൾ, ഭരണഘടനാപരമായ പ്രത്യേക പരിഗണനകൾ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലഡാക്കിന് പൂർണ്ണമായ ഒരു സംസ്ഥാനത്തിന്റെ പദവി നൽകണമെന്ന ആവശ്യങ്ങൾ ഒക്കെ ഉയർത്തി. ഈ സമയത്ത് 2024 ഈ ആവശ്യം ഉന്നയിച്ച് അദ്ദേഹം നിരാഹാര സമരമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനു മുമ്പ് തന്നെ 2018 അദ്ദേഹത്തിന് മാഗ്സാസെ അവാർഡ് കിട്ടി, ഒരു വിദേശ അവാർഡ്, റോളക്സ് അവാർഡ് ഫോർ എന്റർപ്രൈസസ്. അങ്ങനെ 1-2 വിദേശത്തു നിന്നുള്ള സംഘടനകളുടെ അവാർഡുകൾ ഒക്കെ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തനായി. അപ്പോൾ ലഡാക്കിന്റെ പ്രത്യേക പദവിയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പരിപാടികളിലെ ചില പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ മേൽ ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാക്കാനിടയാക്കി. അതിൽ ഒരു വിഘടനവാദത്തിന്റെ ശബ്ദമുണ്ട്. വിഘടനവാദത്തിന്റെ ശബ്ദം അദ്ദേഹം ആവശ്യപ്പെട്ടത് ലഡാക്കിന് പ്രത്യേക പദവി വേണം, കാശ്മീരിന്റെ പ്രത്യേക പദവി കൊണ്ട് തന്നെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ലഡാക്കിനെ പ്രത്യേക പദവി അല്ലെങ്കിൽ ലഡാക്കിന് ഭരണഘടനാപരമായി കൂടുതൽ അവകാശങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു സ്ട്രാറ്റജിക് മേഖല കൂടിയാണല്ലോ. കാശ്മീരിന്റെ കാര്യം അറിയാവുന്ന ഒരു സ്ട്രാറ്റജിക് മേഖല കൂടിയാണ്. ലഡാക്കിനെ അങ്ങനെ ഒരു സ്വയംഭരണ സംവിധാനത്തിലേക്കൊന്നും വിട്ടുകൊടുക്കുവാനായിട്ട് പറ്റുന്നൊരു സുരക്ഷാ സംവിധാനം ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നതിനാൽ അതിനൊന്നും യോജിക്കുവാൻ തയ്യാറായില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ പ്രകോപനപരമായ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രസംഗങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ മറ്റേ സുരക്ഷാ സംവിധാന പ്രകാരമുള്ള കേസുകളൊക്കെ ഉണ്ടായി. NSA പ്രകാരം, നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ടായി. പിന്നെ രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഈ സെറ്റ്മോൾ എന്ന് പറഞ്ഞ സംഘടന, ആ സംഘടനയ്ക്ക് വിദേശത്തുനിന്ന് ധാരാളം, ഇദ്ദേഹം ആഗോള പ്രശസ്തനായതുകൊണ്ട് വിദേശത്തുനിന്ന് ധാരാളം ധനസഹായങ്ങൾ ലഭിക്കുകയുണ്ടായി. വിദേശത്ത് ലഭിച്ച ധനസഹായങ്ങളുടെ കണക്കുകളും ഒക്കെ മറ്റും കൃത്യമായി കൊടുക്കാതിരുന്ന സാഹചര്യത്തിൽ അത് സ്വാഭാവികമായിട്ടും വിദേശ നാണയ വിനിമയം, സംഭാവന സ്വീകരണ നയം, അത്തരം കാര്യങ്ങളിലേക്കുള്ള ചട്ടങ്ങളും ഒക്കെ പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വയലേഷൻ എന്നാണല്ലോ അതിന് പറയുക. അങ്ങനെ ഇപ്പോഴത്തെ ഈ ഫോറിൻ റെഗുലേഷൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, ആ പ്രകാരം അത് നേരത്തെ ഉണ്ടായിരുന്നത് ഫെറയായിരുന്നു. അപ്പോൾ ആ ഫെറയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ കണക്കുകളൊക്കെ കൃത്യമായി കൊടുക്കാതെ വന്ന സമയത്ത് ആ തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹം ചില വിവാദങ്ങളിലൊക്കെ അദ്ദേഹം ചെന്ന് വീഴുകയും ചെയ്തു. അപ്പോൾ ഈ വിദേശ സംഭാവനകൾ സ്വീകരിച്ച കാര്യത്തിലെ കണക്കുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് ബോധപൂർവം ചെയ്തതാണെന്നോ അത് മനഃപൂർവ്വം ചെയ്തതാണെന്നോ ഒന്നും പറയാൻ കഴിയില്ല. അതൊക്കെ കണക്കുകൾ കൊടുക്കാത്തതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളാണ്, ക്ലറിക്കൽ കാര്യങ്ങളാണ് എന്നൊക്കെയായിരുന്നു വ്യാഖ്യാനം വന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ്, സുതാര്യത ഇല്ലായ്മയൊന്നും ഇല്ല എന്നൊക്കെയായിരുന്നു വാങ്ചുക്കിൻ്റെ വാദം. അത് വലിയൊരു വിവാദമായി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് പേരിൽ ചില കളങ്കങ്ങൾ ഉണ്ടാക്കുന്ന ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ വിദേശയാത്രകൾ, ആ വിദേശയാത്രകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചില സുതാര്യത ഇല്ലായ്മയുണ്ട്. അതിൽ അറിയിക്കാതെ പോയിട്ടുണ്ട്, പോയ സ്ഥലങ്ങളിലെ കുറിച്ചുള്ള കൃത്യതയില്ല, പങ്കെടുത്ത പരിപാടിയിലേക്ക് അദ്ദേഹം ഈ തരത്തിൽ ഈ ലഡാക്കിൻ്റെ സ്വാതന്ത്ര്യം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ സംസാരം ഉണ്ടായി എന്നുള്ള ആക്ഷേപങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഒക്കെ നിൽക്കുകയാണ്. വിദേശത്തുള്ള ചില സംഘടനകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളൊക്കെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. മറ്റൊരു വലിയ വിവാദം ഇദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിരുന്നത്, അദ്ദേഹം പറഞ്ഞ ഈ ഐസ് ടൂപ്പ ഉണ്ടല്ലോ, അതായത് വെള്ളം കൊണ്ടുപോയി തണുത്ത വെള്ളം ലഭ്യമായ കാലത്ത്, തണുപ്പുള്ള കാലത്ത് വെള്ളം മുകളിൽ കൊണ്ടുപോയിട്ട് അവിടുന്നത് ചൂടുള്ള സമയത്ത് ഉരുക്കി നദിയായി താഴേക്ക് കൊണ്ടുവരുന്ന ആ പദ്ധതി, അതിന് പകരമായിട്ട് അതിന് മുന്നോടിയായിട്ട്, അത് അദ്ദേഹത്തിൻ്റെ പദ്ധതിയാണെന്ന് പറയുന്നെങ്കിലും അതിന് മുന്നോടിയായിട്ട് ഒരു കൃത്രിമ ഹിമാനി, ആർട്ടിഫിഷ്യൽ ഗ്ലോസിയർ എന്നൊരു പദ്ധതി നേരത്തെ ചുവാങ് നോർഫൽ എന്ന ഒരാൾ, അദ്ദേഹവും ലഡാക്കിൽ നിന്നുള്ളൊരു എഞ്ചിനീയർ ആയിരുന്നു, അദ്ദേഹം നേരത്തെ അത് കണ്ടുപിടിച്ചിരുന്നു, അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നു. പക്ഷേ അത് ലാർജ് സ്കെയിലിൽ, അത് വലിയ വിശാലമായ തോതിൽ അത് ആവിഷ്കരിച്ചത് സോനം ആണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് അല്ല, അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് ആണെന്നുള്ള വാദങ്ങൾ ശരിയല്ല എന്നുള്ള ചില എതിർവാദങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയിൽ ചില മങ്ങലുകൾ ഏൽപ്പിക്കാൻ ഇടയാക്കി, അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ഇടയാക്കി. മാത്രമല്ല, ഈ സാമൂഹ്യ പ്രവർത്തകനായിരുന്ന, പരിസ്ഥിതി പ്രവർത്തകനായിരുന്ന, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം പെട്ടെന്ന് രാഷ്ട്രീയ മേഖലയിലേക്ക് ചുവടുമാറ്റി. രാഷ്ട്രീയ വാദങ്ങളും രാഷ്ട്രീയ പ്രസംഗങ്ങളും രാഷ്ട്രീയ ആവശ്യങ്ങളും അവകാശങ്ങളും രാഷ്ട്രീയ സംഘടിപ്പിക്കലും ഒക്കെ രൂപപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായ ഒരു ആരോപണമാണ്. സ്വാഭാവികമായിട്ടും സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയം ഉണ്ടാവണം. പക്ഷേ ആ രാഷ്ട്രീയം പർട്ടിക്കുലർ പൊളിറ്റിക്കൽ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് മാറിയ സമയത്ത് അദ്ദേഹം കടുത്ത വിമർശനത്തിന് വിധേയനായി. ഇപ്പോൾ തന്നെ ഈ ജന്തർ മന്ദറിൽ നടന്നിരുന്ന CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർട്ടികൾ എന്ന് വിളിക്കുന്ന ആ പാർട്ടിയുടെ സംഘടനയുടെ ഭാഗമായി അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചപ്പോൾ
അദ്ദേഹം അങ്ങനെ ഒരു നിരാഹാര സമരത്തിന് എന്തിനായിരുന്നു അവിടുന്ന് ഇവിടെ എത്തിയത്? അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനല്ലേ, സാമൂഹ്യ പ്രവർത്തകനല്ലേ, ലഡാക്കിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ലേ? ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം എടുത്തു ചാടിയത് എങ്ങനെയാണ്? ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ട് വന്നതാണെന്നുള്ള തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം 26 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചു. നിരാഹാരത്തിൻ്റെ അതിൽ നിന്ന് പിന്മാറണമെന്ന ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യാമെന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിരാഹാരം നിർത്തി. ഇന്ന് അദ്ദേഹം ആശുപത്രി വിട്ട് നേരെ രാജ്ഘട്ടിൽ പോയി. അവിടെ പോയി തൻ്റെ ഗാന്ധി സമര മുറയുടെ തുടർച്ചക്കാരനാണ് ഞാനെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ സമാധിയിലെ പുഷ്പാർച്ചനയും ഒക്കെ നടത്തിയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പോൾ സാമൂഹ്യ പ്രവർത്തനം അത് രാഷ്ട്രീയ പ്രവർത്തനം, കക്ഷി രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോഴാണ് വിമർശനം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഏത് സ്ഥലത്തായാലും ആർക്കും അതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവാറില്ല. പക്ഷേ ഇതിൻ്റെ അതിർത്തി നിശ്ചയിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അത് സംശയാതീതനായിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൃത്യമായി പാലിക്കാൻ പറ്റുന്ന ഒരു കാര്യം. വാഞ്ചുക്കിന് അഭിവാദ്യങ്ങൾ. അതുപോലെ തന്നെ ഇത്തരം സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് അഭിവാദ്യങ്ങൾ. അവരുടെ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് വീഴാതെ പോകേണ്ടത് അവരുടെ കൂടി ഒരു വിശ്വാസ്യതയുടെയും സുതാര്യതയുടെയും ധർമ്മബോധത്തിൻ്റെയും ഒക്കെ ഒരു ആവശ്യമാണ്. അതുണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു. നമസ്കാരം. വീണ്ടും കാണാം.